എല്ലാവർക്കും ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 1201 ആണ്ട് മകരമാസം 19-ാം തീയതി, ഫെബ്രുവരി 2-ാം തീയതിയാണ്. 2026 ആണ്ടാണ്, തിങ്കളാഴ്ചയാണ്. ഇന്ന് ശിവഭജനത്തിന് ഏറ്റവും അനുയോജ്യമായ ദിവസമായിരിക്കും. ശിവക്ഷേത്രങ്ങൾ ദർശനം നടത്തുകയും അതേപോലെ ആരോഗ്യമുള്ളവർ തിങ്കളാഴ്ച വ്രതം നോക്കുകയും ഒക്കെ ചെയ്യുന്നത് സന്താനങ്ങൾക്കും ദാമ്പത്യത്തിനും മക്കൾക്കും അതുപോലെ ഭർത്താവിനുമൊക്കെ അല്ലെങ്കിൽ ഭാര്യയ്ക്കുമൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ക്ഷേത്ര ദർശനത്തിന് പോകുന്നത് ഉചിതമായിരിക്കും. അവരവരുടെ വിശ്വാസമനുസരിച്ച് ഈശ്വര പ്രാർത്ഥനയിൽ മുഴുകുക. ഇന്ന് മേടക്കൂറുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അലച്ചിൽ കൂടിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വിദ്യാഭ്യാസ മേഖലയിൽ പല കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നവർക്കും ഒക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എല്ലാവരും നമുക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്കും അതേപോലെ വിദേശത്തേക്ക് ജോലി അന്വേഷിക്കുന്നവർക്കും ഒക്കെ പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. തിരക്കേറിയ ഒരു ദിവസമായിരിക്കും ഇന്ന് എന്നുള്ളതുകൊണ്ട് പല കാര്യങ്ങളും വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില പരിഭവങ്ങൾക്കും പിണക്കങ്ങൾക്കും ഒക്കെ കാരണമായേക്കാം. വളരെ ശ്രദ്ധയോടുകൂടി ആലോചനയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് 7:30 ശനി കാലമായതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ഓടിക്കുക. ചില അപകടങ്ങൾ വരുവാൻ സാധ്യത കാണുന്നു. വാഹനങ്ങൾക്ക് റിപ്പയർ ചെയ്യാനും കാണുന്നു. എന്നാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുവാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ചില പ്രതീക്ഷകൾ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്ക് ബൊട്ടീക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ബ്യൂട്ടി പാർലറുകളൊക്കെ നടത്തുന്നവർക്ക് ഒക്കെ വളരെയധികം പ്രതീക്ഷ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ട് കാണുന്നു. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. നിയമപാലകർക്ക് ചില പ്രശ്നങ്ങൾ നേരിടേണ്ടതായി കാണുന്നു. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അത് ബാധകമാണ്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ തെളിഞ്ഞു വരുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് കമിതാക്കൾക്ക് അല്ലെങ്കിൽ വിവാഹം നോക്കുന്നവർക്കൊക്കെ ഇന്ന് അതിന് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ ഒഴിവായി കിട്ടുന്ന ദിവസമായിരിക്കും ഇന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വളരെയധികം അനുകൂലമായൊരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുവാനുള്ള പുതിയ മേഖല കണ്ടുപിടിക്കാനുമൊക്കെ സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. മറ്റ് ചില കാര്യങ്ങൾ, അതായത് കായികമായ ജോലി, ആയുധങ്ങൾ കൊണ്ടുള്ള ജോലി, ആയുധം ഉണ്ടാക്കുക, ആയുധം നിർമ്മിക്കുക, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് അപകട സാധ്യത വളരെയധികം വ്യക്തമായിട്ട് കാണുന്ന ഒരു ദിവസമാണെന്ന്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായ ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാം. നിയമവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നവർക്ക്, കേസ് വഴക്കിലൊക്കെ ഇടപെട്ടിരിക്കുന്നവർക്കും മോശപ്പെട്ട ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. എന്നാൽ ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വന്നേക്കാം. ആരോപണങ്ങൾക്കോ അപവാദങ്ങൾക്കോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. നിയമപരമായ ചില കാര്യങ്ങളിൽ വരെ ചെന്ന് പെട്ടേക്കാവുന്ന ചില അവസ്ഥകൾ ഇന്നത്തെ ദിവസമുണ്ട്. ഓരോ കാര്യം ശ്രദ്ധയോടുകൂടി തന്നെ നിർവഹിക്കേണ്ടതാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്കും വിദേശത്തിരുന്നു കൊണ്ട് ജോലി അന്വേഷിക്കുന്നവർക്കുമൊക്കെ ഇന്ന് പ്രതീക്ഷകൾ ഉണ്ടാകുന്ന ദിവസമായിരിക്കും. അടുത്തായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. പുതിയ ചികിത്സാ രീതികൾ ലഭിക്കുന്നതിൽ വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ഒരു
ദിവസമായിരിക്കും ഇന്ന്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. പുതിയ വാഹനം വാങ്ങുവാനോ വീട് വാങ്ങുവാനോ ആലോചിക്കുന്നവർക്ക് അനുകൂലമായ ഒരു കണ്ടെത്തൽ നടത്താൻ ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ സ്വകാര്യ ബാങ്കുകൾ പണമിടപാടുകളൊക്കെ നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശ യാത്രയ്ക്കൊരുങ്ങുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാനോ അല്ലെങ്കിൽ തുടക്കം കുറിക്കാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളുടെ വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്കും ഇന്ന് അനുകൂലമായ അനുഭവം ഉണ്ടാകാം. കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനം ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പകൽ ലഭിക്കുകയും രാത്രിയിൽ ചില അനിഷ്ടമായ ചില സംഭവങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തെ ശ്രദ്ധിക്കുക. പതിവ് മരുന്നുകൾ മുടക്കാതെ ഇരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടാൽ തീർച്ചയായും വൈദ്യസഹായം തേടാനും മറക്കരുത്. കായികമായ ചില എഫർട്ട് എടുക്കുന്നവർക്ക്, കായിക ജോലികൾ ചെയ്യുന്നവർക്ക് ഒക്കെ, ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കൊക്കെ അപകട സാധ്യത കാണുന്നു. എന്നാൽ ധനപരമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ധനം ലഭിക്കാനുള്ളവർക്ക് അത് കിട്ടാതെ മുടങ്ങിക്കിടക്കുന്നവർക്കൊക്കെ അത് തിരിച്ചു കിട്ടുവാനൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായൊരു ദിവസമായിരിക്കുമെങ്കിലും ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മോഷണത്തിന് പാത്രീഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യുന്നവർക്ക് തൊഴിലാളികളിൽ നിന്ന് വഞ്ചന അനുഭവിക്കുവാനൊക്കെ സാധ്യതയുണ്ട്. മുൻകോപം കൊണ്ട് ചില അനിഷ്ടങ്ങൾ വരുവാനും സാധ്യത കാണുന്നു. എന്നാൽ സന്താനങ്ങൾക്കോ അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് തുല്യമായ ആളുകൾക്കോ അഭിവൃദ്ധി ഉണ്ടാകുവാനും അവരുടെ വിവാഹാധികാരങ്ങൾക്ക് തീരുമാനമെടുക്കുവാനും അതേപോലെ അവർ ഉപരിപഠനത്തിന് ഉതകുന്നതായ രീതിയിൽ അവരെ തിരിച്ചുവിടാനുള്ള വഴി തെളിഞ്ഞു വരാനുമൊക്കെ ഇന്നത്തെ ദിവസം സാധ്യത കൂടുതലാണ്. എന്നാൽ അഷ്ടമശനിക്കാലമായതുകൊണ്ട് ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കുക. മനസ്സിനെ അലട്ടുന്ന ചില രീതിയിലുള്ള ചില ത്വക്ക് രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാനും സാധ്യതയുണ്ട്. പൊള്ളലേക്കുവാനും സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ബിസിനസ്സുകാർക്ക് ഏറ്റവും അനുയോജ്യമായൊരു ദിവസമായിരിക്കുമെന്ന്. വൈകുന്നേരത്തോടുകൂടി ലാഭം ലഭിക്കുന്ന ഇതായിരിക്കും. മലഞ്ചരക്ക് വ്യാപാരികൾക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. മറ്റുള്ളവർക്ക് പൊതുഫലമാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രമുക്കാല, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസം ലഭിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതേപോലെ സിനിമാ രംഗത്ത് ധനം സ്പോൺസർ ചെയ്യാനായി ആളെ കണ്ടെത്താൻ ശ്രമിക്കുന്നവർക്കൊക്കെ സ്പോൺസേഴ്സിനെയൊക്കെ കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കുമെന്ന്. അതുപോലെ പങ്കാളിയുടെ ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ഗുണകരമായ അനുകൂലമായ മാറ്റങ്ങൾ വരാൻ സാധ്യതയുള്ള ദിവസമായിരിക്കും. ചില വീഴ്ച, ഒടിവ്, ചതവുകളൊക്കെ സംഭവിച്ചിരിക്കുന്നവർക്കും വളരെയധികം ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ആകർഷകമായ ചില സമ്മാനങ്ങൾ ലഭിക്കുവാനും അതേപോലെ അവസരങ്ങൾ ലഭിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കുവാനും വിജയിക്കുവാനും സാധ്യതയുണ്ട്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കച്ചവടക്കാർക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. കലാകാരന്മാർക്കും വളരെ അനുകൂലമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. എന്നാൽ നിയമം കൈകാര്യം ചെയ്യുന്നവർക്ക് ചില പാളിച്ചകൾ പറ്റുവാനും വിമർശനത്തിന് പാത്രീഭവിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ ഇടപെട്ട് വളരെ മനപ്രയാസമുണ്ടാകുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ്. അതുപോലെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. നിക്ഷേപത്തിന് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്ന ദിവസമായിരിക്കും.
തൊഴിലിൽ അംഗീകാരം ലഭിക്കുന്ന ദിവസമായിരിക്കും. അതുപോലെ ഒരേ സമയം 2 തരത്തിലുള്ള ജോലികൾ അല്ലെങ്കിൽ 2 സോഴ്സ് ഓഫ് ഇൻകം ഉള്ളവർക്ക് അതിലൊന്ന് ഉപേക്ഷിക്കേണ്ടതായി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും. അത് അനുകൂലമായിരിക്കുകയും ചെയ്യും. ഒരുപാട് ബ്രാഞ്ചുകളുള്ള തൊഴിൽ ചെയ്യുന്നവർക്കും ചില ബ്രാഞ്ചുകൾ നിർത്തേണ്ട ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. ഹോട്ടൽ ജീവനക്കാർക്ക് അല്ലെങ്കിൽ ഹോട്ടൽ നടത്തുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായൊരു ദിവസമായിരിക്കും. വാഹനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുവാനായി സാധിക്കും. എന്നാൽ ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോവുക. ഏറ്റവും അടുത്ത ചില ബന്ധുക്കൾക്ക് വേർപാടുണ്ടാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ ചില ബുദ്ധിമുട്ടുകളിൽ വ്യസനിക്കുവാനും ഒക്കെ സാധ്യത കാണുന്നൊരു ദിവസമാണ്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സന്താനങ്ങളെ കൊണ്ടും അല്ലെങ്കിൽ സന്താനങ്ങളുടെ സന്താനങ്ങളെ കൊണ്ടുമൊക്കെ വളരെയധികം മനസ്സന്തോഷം ലഭിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ബന്ധു സമാഗമത്തിന് സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. വിവാഹാദി കാര്യങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. കമിതാക്കൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ സാഹചര്യമാണ് ഇന്നുള്ളത്. അതേപോലെ മത്സ്യവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെയാണ് കാണുന്നത്. കാർഷിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും നല്ല അനുകൂലമായ ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകാം. ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങളെ കൊണ്ട് വളരെയധികം മനസ്സമാധാനം ലഭിക്കുന്ന ദിവസമാണ്. സന്താനങ്ങൾക്ക് വീടോ വാഹനമോ വാങ്ങുന്നത് കണ്ട് സമാധാനിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് അഭിവൃദ്ധിയും വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുമൊക്കെ വരുന്നത് കണ്ട് സന്തോഷിക്കുവാനും സാധ്യതയുണ്ട്. പ്രായം ചെന്നവർക്ക് പുതിയ കൂട്ടായ്മയിലൂടെ മനസ്സമാധാനം ലഭിക്കുവാനൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രായമായവർക്ക് എപ്പോഴും ആരോടെങ്കിലും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കലാണ്. നമുക്ക് തിരക്കേറിയ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രായം അധികം ചെല്ലാത്തവർക്ക് തിരക്കുകൾ മൂലം അവർക്ക് ഉള്ളതുകൊണ്ട് വയസ്സായ ആളുകൾ ഒറ്റയ്ക്കിരുന്ന് വിഷമങ്ങൾ അയവിറക്കുമ്പോൾ അവർക്കൊരു തുണ ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ അനുകൂലമായിരിക്കും. അത്തരത്തിൽ പുരോഗമനപരമായി എല്ലാവരും ചിന്തിക്കണം. സുഹൃത്തുക്കളുമായി ഇടപഴകാനോ അല്ലെങ്കിൽ സത്സംഗമായിട്ട് പോകാനോ ഒക്കെ വൃദ്ധന്മാരെയൊക്കെ നിങ്ങൾ സഹായിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്രകാരം പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഇന്നത്തെ ദിവസം മകരക്കൂറുകാർക്ക് ചിലർക്ക് പ്രായം ചെന്നവർക്ക് വിഷാദ രോഗത്തിനുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന ദിവസമാണ്. ചന്ദ്രമൗനം ആരംഭിക്കുവാൻ സാധ്യതയുണ്ട്. സന്തോഷമായിരിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. നിയമപാലകർക്ക് ചില കാര്യങ്ങളിൽ ഇടപെട്ട് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാ മേഖലയിലും വളരെയധികം സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ദിവസമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായി കാണുന്നു. കലാകാരന്മാർക്ക് സ്പോൺസേഴ്സിനെ ലഭിക്കുവാനോ അല്ലെങ്കിൽ പുതിയ ഒരു സംരംഭം ആരംഭിക്കുവാനോ ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. പുതിയ സംരംഭം ആരംഭിക്കുവാൻ കെട്ടിടം അന്വേഷിക്കുന്നവർക്കൊക്കെ ഇന്ന് അത് കണ്ടെത്താനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ധനനഷ്ടത്തിന് സാധ്യതയുള്ളതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് തയ്യാറാകാതെ ഇരിക്കുക. കടം വാങ്ങാനോ കടം കൊടുക്കാനോ ഇന്നത്തെ ദിവസം അത്ര അനുകൂലമായിരിക്കുകയില്ല. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും യാത്ര പോകാൻ ഒരുങ്ങുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. പുതിയ ഏതെങ്കിലും സംരംഭം തുടങ്ങുവാനോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങൾ തീരുമാനമെടുക്കുവാനോ ഒക്കെ
തീരുമാനിച്ചിരിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് പൂരുട്ടാതി കാല ഉത്രട്ടാതി രേവതി ഈ കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഈ കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുകൂലമായ ചില സാഹചര്യങ്ങൾ തിരിഞ്ഞു വന്നേക്കാം. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് അംഗീകാരങ്ങൾ ലഭിക്കുന്ന ദിവസമാണ്. ജന്മശനിക്കാലമാണ് എന്നതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത്ര തന്നെ ദോഷകരമായി കാണുന്നില്ല. എന്നാൽ കലഹമുണ്ടാകുവാനും തർക്കങ്ങളുണ്ടാകുവാനും കുടുംബത്തിൽ അന്തഃഛിദ്രമുണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ആത്മസംയമനം പാലിക്കേണ്ടതുണ്ട്. ഉദരരോഗത്തിന് സാധ്യതയുള്ളതുകൊണ്ട് പുറത്തു നിന്നുള്ള ആഹാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം നന്നായിരിക്കും. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുവാനും സെലക്ഷൻ ലഭിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. അലങ്കാര വേലകൾ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായിട്ടാണ് കാണുന്നത്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഏറ്റവും അനുകൂലവും സന്തോഷപ്രദവുമായിരിക്കട്ടെ.